പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മാവേലിയോടൊപ്പം യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യം ഗ്രാമിക ചാനൽ നമ്മുടെ ഓഫീസിൽ മറ്റേ സ്റ്റുഡിയോ, മറ്റേ എഡിറ്റിംഗ് സെക്ഷൻ എല്ലാ ഏരിയയിലും കറങ്ങി തിരിഞ്ഞപ്പോൾ നമ്മുടെ MD-യുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ, ഇത്തവണത്തെ ഓണം കഴിഞ്ഞ ഉടൻ തന്നെ മറ്റൊരു ഓണത്തെ പോലെ തന്നെ വിശേഷമുള്ള എന്തോ ഒരു കാര്യം ഗ്രാമിക ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞല്ല, എന്നോട് മാവേലി പറഞ്ഞതാണ്. മാവേലി ഒരു പാതാളത്ത് വരുമ്പോൾ ഇങ്ങനെ എന്തോ ചെറിയൊരു കാര്യമുണ്ട്, അതെന്താണെന്ന് ചോദിച്ചറിയണമെന്ന് എന്നോട് മാവേലി പറഞ്ഞിട്ടുണ്ട്. അത് MD-യോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ എന്താണ് ഓണം കഴിഞ്ഞ ഉടൻ തന്നെ ഗ്രാമികമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സത്കർമ്മം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. എന്താണ് കാര്യം? ഇത്തവണത്തെ ഓണം കഴിഞ്ഞ ഉടൻ തന്നെ 28-ാം തീയതി നമ്മുടെ കമ്പനിയുടെ ഒരു സ്വന്തം ബിൽഡിങ്ങിന്റെ ശിലാസ്ഥാപനം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി മാവേലിയും കൂടി ക്ഷണിക്കുകയാണ്. ഈ ഓണത്തിന് എല്ലാവിധ ആശംസകളും ഗ്രാമിക ടിവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരിടും. തീർച്ചയായും മാവേലി, അപ്പൊ നമ്മുടെ ഗ്രാമികയുടെ ഒരു പുതിയ സംരംഭം കൂടി വരാൻ വേണ്ടി പോവാണ്. അറിയാം. ഒരു അടുത്ത കൊല്ലം മാവേലി നേരെ നമ്മുടെ പുതിയ ബിൽഡിംഗിലേക്ക് ആസ്ഥാന മന്ദിരത്തിലേക്ക് വരണം. അതാണ് ഗ്രാമികയുടേത് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം, സ്വന്തമായിട്ട് ഗ്രാമികക്ക് ഒരു വീട്. അതാണ്. അപ്പൊ അവിടത്തേക്കാണ് അടുത്ത തവണ മാവേലി വരേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോകും. അങ്ങോട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. പറ്റിയ ഗ്രാമിക ചാനലിന്റെ നമ്മുടെ റിസപ്ഷൻ, നമ്മൾ ആൾക്കാർ വരുമ്പോൾ സ്വീകരിക്കുന്ന ഏരിയ ആണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഗ്രാമിക ചാനൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുക, MD ഉൾപ്പെടെ മറ്റെല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇരുന്ന ഇരിപ്പ് ഉണ്ടല്ലേ, ഇത് കാണുമ്പോൾ മാവേലി പഴയകാലം ഓർക്കുകയാണ്. കാരണം ഇതേപോലെയാണ് വാവന്റെ മുന്നിൽ മാവേലി തല വെച്ചു കൊടുത്തത്. അങ്ങനെയാണ് പാതാളത്തിലേക്ക് പോയത്. അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പാതാളത്തിൽ പോകാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവരെല്ലാം കൂടി കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇനി മറ്റു പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് മാവേലിയോടൊപ്പം പോവാം. അപ്പൊ എല്ലാവർക്കും യെസ്.
വരുന്നത് ഗുണ്ടൽപേട്ട് പോലെ സ്ഥലമാണ്. ഇത് ഗുണ്ടൽപേട്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റി. കാരണം മാവേലിയുടെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് കളവ് പറയാൻ പറ്റില്ല. കാരണം മാവേലി കള്ളവും ചതിയും തട്ടിപ്പുന്നതാണല്ലേ. അതുകൊണ്ട് ഇത് ഉള്ളത് നമ്മുടെ തലശ്ശേരിയുള്ള കാർഷിക വികസന ബാങ്കിന്റെ മുന്നിലാണ്. ഈ പൂവിന്റെ ഒക്കെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ കാർഷിക വികസന ബാങ്കിന്റെ ആൾക്കാരാണ്. അവര് വിത്തിട്ട് മുളപ്പിച്ച് പുഷ്പിച്ചെടുത്ത ഈ പൂക്കളാണ്. ആ പൂക്കളിടയിലാണ് മാവേലിയും നമ്മുടെ ഗ്രാമീണ ചാനലിന്റെ പ്രിയപ്പെട്ട അവതാരികമാരായിട്ടുള്ള ജിൻസി, തേയും ജീജു, പിന്നെ മഹാബലി മായും ഇതൊക്കെ ചേർന്നിട്ടാണ് ദേ മാവേലി പരിപാടി ഉള്ളത്. അപ്പൊ നമ്മുടെ കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് സെക്രട്ടറിക്കാണ്. നമുക്ക് അവരൊന്നും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. നമ്മുടെ തലശ്ശേരിയുള്ള കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് അശോക് സാർ, സെക്രട്ടറി ജയൻ സാറുമാണ് ഇപ്പൊ നമ്മുടെ മാവേലിയോടൊപ്പം ഉള്ളത്. അപ്പൊ നമ്മുടെ എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചോളൂ. അപ്പൊ ഓണൊക്കെ അടുത്തില്ലേ? അപ്പൊ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് വളരെ മുൻകൂട്ടി തന്നെ കാർഷിക വികസന ബാങ്ക് 2-3 വർഷമായി. കാരണം ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പൂക്കളം ഒരുക്കുക എന്നുള്ളതാണ്. അത് 2 മാസം മുമ്പ് തന്നെ നമ്മുടെ മട്ടുപ്പാവിൽ, അതായത് നമ്മളെ ഹെഡ് ഓഫീസിൻ്റെ ടെറസിൽ 300 ചെടിച്ചട്ടികളിലായി ചെണ്ടുമല്ലിയും വാടാമല്ലിയും കൃഷി ചെയ്തുകൊണ്ട് അതിന് വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. നമ്മളെ തലശ്ശേരി MLA കാരായി രാജൻ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു സെൽഫി പോയിന്റും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ കാർഷിക വികസന ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെ, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ മലയാളികൾ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ഓണം. ആ ഓണത്തിന് വേണ്ടിയുള്ള വലിയ നിരക്കുള്ള ഓണസദ്യ ജീവനക്കാരുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മുഴുവൻ 5 കാർഷിക വികസന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് 5 ബ്രാഞ്ച്, ഒന്ന് ചാലോടും, ഒന്ന് കൂത്തുപറമ്പ്, പാനൂർ, ചിറ്റാരിപ്പറമ്പ്, തലശ്ശേരി, 5 ബ്രാഞ്ചിലെ ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഓണാഘോഷ പരിപാടി നാളെ 23-ാം തീയതി വലിയ നിലക്ക് കലാപരിപാടികളും മറ്റ് ഓണാഘോഷ പരിപാടികളുമായി നല്ല സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള പരിപാടികൾ നാളെ നടക്കുകയാണ്. ഏതായാലും ഗ്രാമിക ചാനൽ ഈ ഓണത്തിനോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട കൂത്തുപറമ്പ്, തലശ്ശേരി, പാനൂർ പോലുള്ള എല്ലാ പ്രധാനപ്പെട്ട നഗരത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഈ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിന് കാർഷിക വികസന ബാങ്കിൻ്റെ എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുക. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് വളർത്തിയെടുത്ത പൂവുകളൊക്കെ നിങ്ങൾ ഓണം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ പൂക്കൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 മാസം മുമ്പാണ് നമ്മുടെ ടെറസിൽ ഇതിൻ്റെ തൈ നട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവനക്കാർ തന്നെ പരിപാലിച്ച് ഇതുപോലെ പൂക്കൾ ഒരുക്കിയിട്ടുള്ളത്. ഈ പൂക്കൾ ഒരാഴ്ചക്കാലം സെൽഫി പോയിൻ്റായി ഇവിടെ നിലനിർത്തി. ഇന്ന് തലശ്ശേരി കൃഷിഭവൻ്റെ ഓണച്ചന്ത തൊട്ടടുത്ത് ടൗൺ ഹാളിന് എതിർവശത്ത് നടക്കുകയാണ്. ആ ഓണച്ചന്തയിൽ വെച്ച് നമ്മൾ ഈ പൂക്കൾ പൊതുജനങ്ങൾക്ക്, വിഷരഹിതമായ പൂക്കളാണ്, എല്ലാവർക്കും തിന്നാൻ പോലും പറ്റുന്ന പൂക്കളാണ് ഈ പൂക്കൾ. ഒരു തരത്തിലുള്ള വിഷവും ഇതിനടിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ വെച്ച് മാർക്കറ്റിൽ ലഭിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ നാട്ടുകാർക്ക് ഈ പൂക്കൾ ഇന്നൊരു 11 മണിക്ക് ശേഷം വിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാർഷിക വികസന ബാങ്കിന്റെ പൂക്കളെ പറ്റിയും അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറിയും പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മളിനി അടുത്ത പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് മാവേലിയോടൊപ്പം നമ്മളും യാത്ര ചെയ്തു. ഓണപ്പൂലരിയിൽ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിയിൽ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി.
നമ്മുടെ മഹാബലി ഇവിടെയുള്ള സെറ്റ് ഗുണ്ടകളും സെറ്റ് സാരിയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാംരാജിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കുത്താമ്പുള്ളിയുണ്ട്, ബാലരാമപുരമുണ്ട്. അങ്ങനെ ഈ മുണ്ടുകളൊക്കെ ഉണ്ടാക്കുന്ന മെയിൻ ഏരിയയിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഷർട്ടുകളെല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മവേലി ഒരു കസ്റ്റമർ അവിടെ ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമർ നേരെ പോയി പിടിക്കുക, പേര് പോയി കാര്യം ചെയ്യുക. ഓക്കെ, മാവേലി എല്ലാം കൂടി പാൻറ് ഇടുന്ന പരിപാടിയാ. ഓക്കെ, നമസ്കാരം സാർ. യെസ്, പർച്ചേസ് കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സാറിൻ്റെ പേര്? എവിടെ സ്ഥലം? കതിരൂർ. ജോലി എന്താ ചെയ്യുന്നത്? ഡയറി ഫാമാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് അവിടെ ഡയറി ഫാമിൽ? പക്ഷെ എത്ര പശുണ്ട്? ഈ 15 പശുവിന് പേരുണ്ടോ? പേരൊന്നുമില്ല. ഇത് സാധാരണ അല്ലേ പശുക്കൾക്ക് പേരൊക്കെ ഉണ്ടാവില്ലേ? പേരൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നില്ല, നോക്കി നടത്തുന്ന ആരാണ്? ആ, ഹിന്ദി ഭായി. അത് ശരി. ഓക്കെ, മൊത്തം ഇപ്പൊ ഹിന്ദി മയമാണ്. നമ്മുടെ ഈ ഓണം മലയാളികളുടെ ആഘോഷമാണെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഇപ്പൊ ഹിന്ദിക്കാർ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് അവർ മലയാളിയായിട്ട് മാറി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ സദൻ നൽകുന്ന ഒരു സമ്മാനം ചേട്ടൻ തരാൻ വേണ്ടി പോവാണേ. അപ്പൊ നമ്മുടെ സൗരി ചോദിച്ചു. ഓണമായിട്ട് ബന്ധമില്ലാത്ത 3 ഓണത്തിന്റെ പേര് പറയുക. എന്നാ പിന്നെ നിന്നില്ലേ പോവാ നമ്മളെ. അതായത് ചോദിച്ചത് ഓണമായിട്ട് ബന്ധമില്ലാത്തൊരു 3 ഓണത്തിന്റെ ഓണം വരുന്ന വാക്കുകൾ പറയാനാണ്. ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു വന്നോണം, നിന്നോണം, പോയിക്കോണം. നമ്മൾ വന്നു, നിന്നു, ഇനി സമ്മാനം കൊടുത്ത് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പം സമ്മാനമുണ്ട്, സദൻ നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. ഓക്കെ, മഹാബലി കൊടുക്കാം. ആ, ഓക്കെ, മഹാബലി കൊടുത്താ ആ കുട്ടിയെ നോക്കിയിട്ട് കുട്ടികൾ നിൽക്കല്ലേ? ഓക്കെ, യെസ്. അപ്പം സമ്മാനം സദൻ ജ്യൂസ് നൽകുന്ന ഒരു അടിപൊളി നമ്മുടെ മുണ്ടാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഈ ഓണത്തിന് അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. മുണ്ട് വാങ്ങുമ്പോൾ നിർവാഹണം അല്ല, അത് നേരത്തെ വാങ്ങിച്ചാണ്. ഓക്കെ സാർ, ഈ സമ്മാനം കൊടുക്കാം. സാറിന്റെ പേര്? ജിതേഷ്. മേനേറാണ്. സ്വന്തം സ്ഥലം എവിടെയാണ്? നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1 വർഷം.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതേ മാവേലി ഇപ്പൊ നമ്മള് യാത്ര ചെയ്തതാണ്. ഇപ്പൊ നമ്മളുള്ളത് തലശ്ശേരിയുള്ള ലുലു സാരീസ് ആണ്. ആഘോഷം ഏതായാലും ഇപ്പൊ ഓണമാണ്, ഓണമല്ല പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും ഏത് ആഘോഷമായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പുതിയ പുതിയ കളക്ഷൻ എത്തുന്ന ഏക സ്ഥാപനമാണ് നമ്മുടെ ലുലു സാരീസ് എന്ന് പറയുന്നത്. നമ്മുടെ എത്തിയിട്ടുണ്ട്. നമ്മള് മാവേലി മൊത്തം ഒന്ന് ഷോറൂമിൽ കണ്ടു. ഇത് നമുക്ക് കുറച്ച് ലുലു സാരീസിന് കുറച്ച് സമ്മാനങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ പർച്ചേസ് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് കൊടുക്കാനുള്ളതാണ്. നമ്മൾ ചെറിയ ഓണമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയ ഓണം നിറങ്ങളുടെ ആഘോഷമാണ്, പൂക്കളുടെ ആഘോഷമൊക്കെയാണ്. അപ്പൊ നമ്മള് നിറവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ട് സമ്മാനങ്ങൾ റെഡിയല്ലേ? നമ്മൾ ആദ്യം ആരംഭിക്കും. സാറിന്റെ പേര്? സുഗതൻ. സ്ഥലം എവിടെയാ? പാനൂർ. ഓക്കെ. മേഡത്തിന്റെ പേര്? സജിനി. ഓക്കെ. അപ്പൊ നമ്മള് ലുലു സാരീസ് ഒരു സമ്മാനം തരാൻ വേണ്ടി പോവാണേ. ചെറിയ ചോദ്യമുണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട്. ചോദിച്ചോ. നമുക്കറിയുന്ന കുറെ നിറങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതില് ഒരു നിറത്തിന്റെ പേരിലുള്ള ഒരു പാട്ട് ഏതായിരിക്കും? ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന ഒരു പാട്ടിന്റെ പേര് പാട്ട് പറഞ്ഞോ. ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന ഒരു പാട്ടിന്റെ പേര് പറഞ്ഞോ. പാട്ട് ഏതാണ്? അല്ല, നിന്റെ പഴയകാല പാട്ടാണ്. ജാനകിയമ്മ പാടിയ പാട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. ജാനകിയമ്മ വേണോ എന്നറിയില്ല. പച്ചമല പച്ച കറക്റ്റാണ്, ഉത്തരം കറക്റ്റാണ്. അപ്പൊ നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെ മാവേലി ലുലു സാരീസ് ഒരു സമ്മാനം കൊടുത്തോളൂ. യെസ്. ഓക്കെ. നമ്മള് അടുത്ത ഒരു ഫാമിലി റെഡി. ഒരു ഫാമിലിക്ക് സമ്മാനം കൊടുത്തതിന് അടുത്ത ഫാമിലി വന്നിട്ടുണ്ട്. സാർ ഒന്ന് പരിചയപ്പെടാം. സാറിന്റെ ശശിധരൻ, പുത്തുപറമ്പ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട്. പച്ച പറഞ്ഞു, പച്ച നിറത്തിലുള്ള പാട്ട് പറഞ്ഞു. അത് വേണ്ട, വേറെ ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട്. പാടുന്നില്ല, കുഴപ്പമില്ല, പറഞ്ഞാൽ പാട്ടിന്റെ വരി പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട്. ഭക്തിപ്പാട്ട്. നീല നീല മലയുടെ മുകളിൽ. അടിപൊളി. യെസ്. അല്ല, പെട്ടെന്ന് നമ്മൾ സമ്മാനം തരാൻ വേണ്ടി ഇത്തിരി വളരെ ഈസി ആയിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ലുലു സൽമാൻ ഇവിടെ? യെസ് സർ. ഓക്കെ. ദമാവേലി തന്നെ ഈ സമ്മാനം കൊടുത്തോളൂ. ലുലു സാരീസ് നൽകുന്ന സമ്മാനം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആളെ റെഡി. അപ്പൊ അടുത്തൊരു ഫാമിലി ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. എന്റെ പേര്? റിസ. എവിടെയാ സ്ഥലം? ഇവിടെ തന്നെ തലശ്ശേരി. തലശ്ശേരി. എന്ത് പഠിക്കാണോ? ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ കോഴ്സ് ചെയ്യാണ്. ഓക്കെ. ഒറ്റയ്ക്ക് വന്നുള്ളൂ ഇവിടെ? അതെ. ഒറ്റയ്ക്ക് വന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഒരുപാട് നിറങ്ങളുണ്ട്. ലുലു സാരീസ് എന്ന് പറയുന്ന നിറങ്ങളുടെ ലോകമാണ്. അതെ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. ചോദിച്ചോ. ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട് പറയുക. അതായത് നമ്മൾ നേരത്തെ ഒരു ചേട്ടൻ നീല എന്നുള്ള നിറത്തിന്റെ പറഞ്ഞു, ഒരു ചേച്ചി പച്ചയും പറഞ്ഞു. ഇത് ഈ രണ്ട് നിറവും പറയാതെ വേറെ ഏതെങ്കിലും നിറത്തിൽ തുടങ്ങുന്ന ഒരു പാട്ടിന്റെ പേര്. കറുപ്പിനഴക്. കറുപ്പിനഴക്. ഓഹോ, വെളുപ്പിനഴക്. അടിപൊളി, അടിപൊളി. യെസ് യെസ്. മാവേലി സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാണ്. വായിച്ചോളൂ. ഓണം ആയതുകൊണ്ട് തന്നെ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുക, അതാണ്. ഓക്കെ. നാലാൾക്കാർ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഷോറൂമിലേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ. പേര് പറഞ്ഞു. അയന. വിജിന. മഞ്ജു. ഭാര്യരാണോ? മഞ്ജു ഭാര്യരാണോ? അല്ല. ഓക്കെ. അവിടെ അനുശ്രീ. ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാ? പാനൂര്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? പെങ്ങളാണ്. അപ്പൊ ഇതാരാ?
നിങ്ങളുടെ പെങ്ങള് നിങ്ങളുടെ ആങ്ങളുടെ ഭാര്യ. അപ്പൊ ഇവർ രണ്ടുപേരും ആ ഓക്കെ, എല്ലാം മനസ്സിലായി, എല്ലാം ഓക്കെ. അപ്പൊ ഇനി ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണെ, ചോദിച്ചോ. നമുക്ക് അറിയുന്ന കുറെ നിറങ്ങളുണ്ടല്ലോ, അപ്പൊ അതിന്റെ നിറത്തിന്റെ പേര് വെച്ച് തുടങ്ങുന്ന ഒരു പാട്ട് പാടും. അതായത് നിറത്തിന്റെ പേര് തുടങ്ങുന്ന പാട്ട്. അതിൽ നമ്മള് പച്ചയും പറഞ്ഞു, കറുപ്പും പറഞ്ഞു, നീലയും പറഞ്ഞു. ഈ 3 നിറമില്ലാത്ത വേറെ ഏതെങ്കിലും നിറത്തിന്റെ ഒരു പാട്ടിന് തുടങ്ങും. മഞ്ജു വാര്യരും മോഹൻലാലും നായകനായിട്ടുള്ള ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, കന്മദം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മനസ്സിനുള്ളിൽ മായ ചിന്തും ചിന്തു അടിപൊളി. യെസ്, എന്തായാലും ഓണത്തിന്റെ നിറം കൂടിയാണ് മഞ്ഞ. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലൂ കൊടുത്തു. കന്മദം എന്ന സിനിമയില് മഞ്ജു വാര്യരും മോഹൻലാലും ചേർന്നിട്ടുള്ള ഒരു സീനിലെ പാട്ടാണ് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്നുള്ള പാട്ട്. എന്തായാലും സമ്മാനം കൊടുക്കുകയാണ്. റെഡി? മാവേലി വാങ്ങിച്ചോളൂ. എല്ലാവരും കഴിച്ചോ? സന്തോഷമായില്ലേ? നമ്മള് ലുലു സാരിയിൽ നിന്ന് സമ്മാനം ഇങ്ങനെ വാരി കോരി കൊടുക്കുകയാണ്. നമ്മുടെ ലുലു സാറിന്റെ മാനേജർ അപ്പർ സാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹമാണ് മാവേലിയുടെ കയ്യിലോട്ട് സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ മാവേലി വിജയ്ക്ക് സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പൊ അടുത്തൊരു ഫാമിലി ഉണ്ടോ, ഒന്ന് പരിചയപ്പെടാം. സ്ഥലം എവിടെ സാർ? പാലയാടാണോ? പർച്ചേസിന് കഴിഞ്ഞാലേ തുടങ്ങിയതുള്ളൂ? പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ചെറിയൊരു ചോദ്യമുണ്ട്, നിറങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചോദിച്ചോ. നിറത്തിന്റെ പേരിലുള്ള ഒരു പാട്ട് പാടും. ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന പാട്ട്. അതിൽ പച്ച പറഞ്ഞു, നീല പറഞ്ഞു, കറുപ്പ് പറഞ്ഞു, മഞ്ഞയും പറഞ്ഞു. ഈ 4 കളറിലത്തെ വേറെ ഏതെങ്കിലും ഒരു നിറത്തിൽ തുടങ്ങുന്ന പാട്ട്. ആ പാടിയേ. വെള്ള ഏതാ പാട്ട്? യെസ്, അപ്പൊ എന്തായാലും വെള്ള എന്നുള്ള നിറത്തിലുള്ള പാട്ടും പാടിയിരിക്കുകയാണ്. അപ്പൊ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കാന്നു. മാവേലി ഈ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാം. ലുലു സാരീസ് നമ്മള് 5 ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള നിറവായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ട് പറഞ്ഞാൽ സമ്മാനം, അങ്ങനെ 5 പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ ലുലു സാരീസിന് വകയായിട്ട് ഗ്രാമീണയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ പറയാം. സാർ ഇവിടെ നിന്നോളൂ. ഓണം ആഘോഷിക്കുന്ന കേരള ജനതയ്ക്ക് ലുലു സാരീസിന്റെ 1000 ഹാപ്പി ഓണം. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു 9299 എന്ന ക്യാമ്പയിനിലൂടെ ഒത്തിരി കസ്റ്റമേഴ്സാണ് നമ്മുടെ ഷോപ്പിലെത്തിക്കൊണ്ട് ഈ ഒരു ഓഫർ സ്വീകരിക്കുകയും വർണ്ണ വിപുലമായ വസ്ത്രങ്ങൾ ശേഖരിച്ച് ഓണം വളരെയധികം കളർഫുള്ളാക്കി തീർക്കുകയും ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും ലുലു സാരീസിൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.
മാവേലി ഇപ്പൊ നമ്മള് ഗ്രാൻഡ് തേഴ്സിൽ എത്തിയിരിക്കുകയാണ്. തലശ്ശേരിയുള്ള ഗ്രാൻഡ് തേഴ്സിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഈ ഗ്രാൻഡ് തേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഒരു പൂക്കളുടെ ലോകമാണ് നമ്മളെ വരവേൽക്കുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഈ പകലല്ല രാത്രി വന്നു കഴിഞ്ഞാലല്ലോ ഒരുപാട് ലൈറ്റൊക്കെ ചേർന്നിട്ട് പിന്നെ ഒരു ആനയുണ്ട്, ആനപ്പുറത്ത് മഹാബലി ഉണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ വസ്ത്രം നമ്മളിവിടെ ഓണക്കോടികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഗ്രാൻഡ് തേഴ്സിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ വർണ്ണങ്ങളുടെ നിറങ്ങളുടെ വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷൻ നമ്പർ 1 ആയിട്ടുള്ള തലശ്ശേരിയുള്ള ഗ്രാൻഡ് തേജസിലാണ് ഇപ്പം മാവേലിയും നമ്മളുള്ളത്. ഒരു ഫാമിലി ഉണ്ട്. ഈ ഓണം മലയാളികളുടെ ആഘോഷം എന്ന് പറയുന്നത് അല്ലെ, ലോകത്ത് എവിടെയുള്ള മലയാളികൾ ഓണം ആഘോഷിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ കൂടെ 3 പേരുണ്ട്. ഒരു സഹോദരിയുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനുണ്ട്. അപ്പൊ ഇതില് ചേട്ടൻ മലയാളി ആണ്, പക്ഷേ സഹോദരി മലയാളിയല്ല. എസ്രേനു ആ മൈക്കോട്ടെ മാനസി മാനസി മനത്തി മണിയല്ലി കാവൂർ കുദ്രോളി മംഗ്ലൂർ. ആ എസ്രേനു നവ്യ. ഓക്കെ. ഇനി അത് അവർക്ക് കന്നഡ ആയിരുന്നു, ഞാൻ കന്നഡ ചോദിച്ചു. ഇനി കൂടുതൽ ചോദിക്കാൻ പറ്റില്ല, കഴിഞ്ഞു. മലയാളം ചോദിക്കാം. സാറിന്റെ പേര്? ബിന്ദു. എവിടെയാ? തലശ്ശേരി. അപ്പം നിങ്ങൾ ആരൊക്കെയാ? എന്റെ വൈഫും മോളുമാണ്. പിന്നെ എങ്ങനെ അവര് മാത്രം കന്നഡ, നിങ്ങൾ മലയാളി പോകുന്നത്? അതെങ്ങനെയാ? ബാംഗ്ലൂർ. ഓക്കെ. പഠിക്കാണ് ഇപ്പൊ എവിടെ? ഞാൻ ബൾഗേറിയയിൽ പഠിക്കുന്നു, BBS പഠിക്കാൻ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ഗ്രാൻഡ് തേജസ് നൽകുന്ന ഒരു സമ്മാനം തരാൻ വേണ്ടി പോണേ. അപ്പൊ ചെറിയ ചോദ്യമുണ്ട്. ഓണം എന്ന് പറഞ്ഞ പൂക്കളുടെ ആഘോഷമാണ്. നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടില്ല, ഒരുപാട് പൂക്കൾ കണ്ടില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു പൂവിന്റെ പേര് വരുന്ന ഒരു പാട്ട് പറയാം. ഏതെങ്കിലും ഒരു പൂവിന്റെ പേര് വരുന്ന പാട്ട്. തുമ്പയും തുളസിയും അതങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പാട്ടൊന്ന് പാടിയേ. തുമ്പയും തുളസിയും കുടമല്ല പൂവും. ആ തുമ്പ എന്ന് പറയുന്ന പൂവിൽ തുടങ്ങുന്ന ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് തേജസ് നൽകുന്ന ഒരു ഓണ സമ്മാനം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് തേജസിന്റെ ഷോറൂം മാനേജർ അലിസാറാണ് സമ്മാനം മാവേലിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. പിന്നീട് മാവേലി വിന്നർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ട് കൊടുക്കാം. മാവേലി പിന്നെ നമ്മുടെ സഹോദരി കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എനിക്കൊരു സംശയം, നമ്മൾ കേരളത്തിൽ തന്നെ അല്ലേ എന്നൊരു സംശയം. കാരണം നമ്മൾ ഗ്രാൻഡ് തേഴ്സിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഒരു ഫാമിലി, അവര് കന്നഡയാണ്. ഇപ്പൊ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു ഫാമിലിയെ കണ്ട് ഞാൻ അവരെ ക്ഷണിച്ചു. പിന്നെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ എന്നാ ചെയ്യപ്പോറേ, എന്നാ പരിപാടി, എന്നത് തമിഴാ. അപ്പം വെച്ചാൽ അതാണ്, അതായത് ഭാഷക്ക് അതീതമായിട്ട് നമ്മുടെ പിന്നെ ദേശത്ത് അതീതമായിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് തേഴ്സിലേക്ക് ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ പേരെന്നാ? അമിത്. എങ്ക ഊരെങ്ക? മാഹിയാണ്. പിന്നെ തമിഴ് സ്ലാങ് സെറ്റിൽ പോണ്ടിച്ചേരി. ഓക്കെ. നിങ്ങളെ പേര്? എന്നെ പണ്ടത് ഇപ്പോ വർക്ക് പண்ற 2 പേര്. ഓക്കെ. പർച്ചേസിംഗ് മുടിച്ചാ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. ഓക്കെ. അപ്പൊ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഗ്രാൻഡ് തേഴ്സ് ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഓണം എന്ന് പറഞ്ഞാല് പൂക്കൾ. തമിഴില് പൂക്ക് എന്നെ ചൊല്ലുവാ? പൂ. അത്ര തന്നെ. എന്തായാലും ഭാഗ്യത്തിന് മാറ്റമൊന്നുമില്ല. കാരണം മലയാളവും തമിഴും ഇങ്ങനെ വളരെ ഇടകേറി നിൽക്കുന്ന ഒരു ഭാഷ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പൂ തന്നെ. അതായത് ഒരുപാട് മലയാള സോങ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പൂവിന്റെ പേര് വരുന്ന ഒരു സോങ്ങിന്റെ ഫസ്റ്റ് ലൈൻ ഇത് പറയാം. തമിഴായാലും കുഴപ്പമില്ല, പാട്ടല്ലേ, തമിഴായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. റോസാപ്പൂ ചിന്ന റോസാപ്പൂ ഉൻ പേര് സൊല്ലും റോസാപ്പൂ. അടിപൊളി. റോസാപ്പൂവിന്റെ പേര് തമിഴായാലും മലയാളം പാട്ട് കുഴപ്പമൊന്നുമില്ല, പൂവിന്റെ പേരേ വേണ്ടു. അപ്പം റോസാപ്പൂ എന്നുള്ള പൂവിന്റെ പേരിലാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ സമ്മാനം കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് തേഴ്സിന്റെ MD ഹിദാഷ് സാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പം ഇദ്ദേഹം
നമ്മുടെ മാവേലിക്ക് സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്നു. പിന്നീട് മാവേലി വിന്നർക്ക് സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാണ്. യെസ്, ഇതാ ഇതവര് പോണ്ടിച്ചേരിയാണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം. എങ്ങനെ ഓണം ആശംസ അതൊന്ന് പറഞ്ഞേ. അല്ല ഒന്ന് വായിക്കുന്നത് ഓണം ആശംസകൾ. ഒന്നുകൂടി. ഓണം ആശംസകൾ. മഹാബലി എന്ന് പറഞ്ഞേ. മഹാബലി. മഹാബലി മഹാബലി. മഹാബലി ഓണം ആശംസകൾ. ഫ്രം പാതാളം. പാതാളം അവിടെ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രാൻഡ് തേഴ്സിന്റെ MD ആണ് കൂടെ ഉള്ളത്. അപ്പം അദ്ദേഹം നമ്മുടെ ഗ്രാമിക ചാനലിന് വേണ്ടിയിട്ട് ഓണാശംസ പറയാം. അതിന് മുൻപ് എന്തൊക്കെ സമ്മാനങ്ങളാണ് ഗ്രാൻഡ് തേഴ്സ് ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ ഓണ സമ്മാനങ്ങളായിട്ട് അങ്ങനെ നമ്മൾ സെലക്ഷൻ തന്നെയാണ് കൂടുതലും. വെറൈറ്റീസും സാരീസിലായിക്കോട്ടെ, കിഡ്സിലായിക്കോട്ടെ, അതുപോലെ മെൻസിലായിക്കോട്ടെ, കൂടുതൽ ഇപ്പോൾ ഓണത്തിന് ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കളക്ഷൻസുകളാണ് നമ്മളിവിടെ കസ്റ്റമേഴ്സിനായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറേ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മദ്രാസ് ചെക്സുകൾ, അതുപോലെ മദ്രാസ് ചെക്സിൽ കുർത്തികൾ, പിന്നെ മാവേലിയുടെ ഫിഗർ വരുന്ന ഷർട്ട്സ്, കുർത്തീസ്, അങ്ങനെ ഷർട്ട്സ്, ധോത്തീസ്, അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ആണ് ഇവിടെ അതും ബെസ്റ്റ് പ്രൈസിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കുറേ സമ്മാനങ്ങളും ഗിഫ്റ്റ്സുകളും അതൊക്കെയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഓണത്തിന്. കാരണം ഓണം തലശ്ശേരി ഏറ്റെടുത്തത് തന്നെയാണ്, ഗ്രാൻഡ് തേജസ് കസ്റ്റമേഴ്സ് ഏറ്റെടുത്ത്, ജനങ്ങൾ ഏറ്റെടുത്ത് തന്നെയാണ് വലിയ ഒരു അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ തലശ്ശേരി ജനങ്ങളോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഗ്രാൻഡ് തേജസിന്റെ കുടുംബത്തിന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. അപ്പൊ ഇനി നമ്മുടെ ഗ്രാൻഡ് തേഴ്സിന്റെ വകയായിട്ട് മഹാബലിക്ക് ഒരു സമ്മാനമുണ്ട്. കാരണം ഈ പാതാളത്തിൽ അങ്ങനെ ഷോറൂം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പോകുമ്പോൾ ഗ്രാൻഡ് തേഴ്സിന്റെ ഒരു വസ്ത്രമായിട്ട് പാതാളത്തിലേക്ക് പോവാം. അവിടെയും ഗ്രാൻഡ് തേഴ്സിന്റെ പേരൊക്കെ അങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് അതിന് വേണ്ടിയിട്ട് കാരണം ആനയും മാവേലിയും വാ അങ്ങോട്ട് പോവാം. ആനന്റെ നമ്മുടെ മഹാബലി ഗ്രാൻഡ് തേജസ് സന്ദർശിച്ചതിന്റെ സന്തോഷത്തില് ഗ്രാൻഡ് തേജസിന്റെ വകയായിട്ട് ഒരു സമ്മാനം മഹാബലിക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. വാങ്ങിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും ചേർന്ന് ഒരു ഹാപ്പി ഓണം. റെഡി, 1 2 3. എല്ലാവർക്കും ഓക്കെ.
ജയ മാവേലി. ഇപ്പം നമ്മൾ തലശ്ശേരിയുള്ള പുഷ്പ സാരീസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവേലി മൊത്തം ഷോറൂം കണ്ടു, ഒരുപാട് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടെ എല്ലാം പർച്ചേസിങ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പുറപ്പെടാൻ നിൽക്കുന്ന ഒരു ഫാമിലിയെ കണ്ട് നേരെ അവരെ പൊക്കിയിട്ട് വന്നതാണ്. ഓക്കെ, ഇവരാണ് ആ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? എവിടെയാ സ്ഥലം? എവിടെയാ? കോടിയേരി. ഓക്കെ, എന്താ ചെയ്യുന്നത്? ജോലി എന്താ ചെയ്യുന്നത്? വിദേശത്ത് എവിടെയാ? കഴിഞ്ഞ ഓണത്തിന് ദുബായിലായിരുന്നോ നാട്ടിലായിരുന്നോ? നാട്ടിലായിരുന്നു. അത് ശരി. അപ്പൊ അത് ഓണം മാത്രമല്ല, വിവാഹ വാർഷികം കൂടിയാണ്. അത് ശരി. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വിവാഹ വാർഷിക ആശംസകൾ മാവേലിയുടെയും നമ്മുടെ ഗ്രാമിക ചാനലിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മള് ഇവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം. ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളാണ്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ. ഇപ്പൊ ചോദിച്ചാല് ചില സ്ത്രീകൾക്കുള്ള പേര്, ചില സ്ത്രീകൾക്കുള്ള പേരാണ്. ആ പേരിന് വൃത്തം ചേർത്ത് കഴിഞ്ഞാല് പൂവ് എന്നർത്ഥം വരുന്ന വാക്കായിട്ട് മാറും. ഏതാ 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 പേര്? സ്ത്രീകൾക്കുള്ള പേര് പുഷ്പ. അതാണ് നമ്മൾ വന്നിരിക്കുന്ന ഈ സ്ഥാപനം. അതിന് വൃത്തം ചേർത്താല് പുഷ്പം എന്ന് പറഞ്ഞാൽ പൂവ് എന്നുള്ള അർത്ഥമായിട്ട് മാറി. അപ്പൊ ഞാനിവിടെ ഷോറൂമിലേക്ക് വരുമ്പോൾ തന്നെ ആ പേര് കണ്ടപ്പോൾ തന്നെ ആ ഒരു ചോദ്യമാക്കാന്ന് വെച്ചാൽ അങ്ങനെയാണ് ചോദ്യമാക്കിയത്. പുഷ്പ വൃത്തം ചേർത്താൽ പുഷ്പം. അപ്പൊ എന്തായാലും നമ്മുടെ പുഷ്പ സാരീസ് നൽകുന്ന ഒരു സമ്മാനം ഈ ഒരു ഫാമിലിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ വാ. സാറിന്റെ പേര് ദിനേശ് സാർ, നമ്മുടെ ഇതിന്റെ ഷോറൂം പാർട്ട്ണറാണ്. ഓക്കെ, അപ്പൊ ദിനേശ് സാർ ഈ സമ്മാനം മാവേലിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. തുടർന്ന് മാവേലി വിന്നർക്ക് സമ്മാനം കൊടുക്കുകയാണ്. മാവേലി കൊടുത്തോളൂ. ഇങ്ങനെ ഇതുപോലെ പിടിച്ച് കൊടുക്കാം. വാങ്ങിച്ചു. പുഷ്പ സാരീസ് നൽകുന്ന സമ്മാനമാണ് ഈ ഒരു ഫാമിലിക്ക് ഒരു ഓണ സമ്മാനം. സന്തോഷമില്ലേ? ഓക്കെ, യെസ്.